ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗനരാഗം സീരിയലിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഇന്ന് പറയാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് കൂടി ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് നോക്കാം. അപ്പോൾ കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഷാരി ഇറങ്ങി പോകാൻ വേണ്ടി പോവുകയാണ്. അതായത് മനോഹറുമായിട്ട് വഴക്ക് കൂടിയിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പോകാമെന്ന്. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഷാരി പറയാണ്, എങ്ങോട്ടെങ്കിലും ഞാൻ പോകും, നിങ്ങൾക്കെന്താ അതിന് ചോദിക്കാനെന്ന് ചോദിക്കുകയാണ്. ഷാരി പറയാണ്, ജീവിതത്തിൽ ഇതുപോലുള്ള ഭർത്താക്കന്മാരെ ആർക്കും തന്നെ കിട്ടരുത്. ഒരു സമയത്ത് നിൻ്റെ ഭാഗ്യമാണല്ലോ ഞാൻ. അപ്പോൾ ഇത് ഭാഗ്യമല്ല, ഭാരമാണ്. എടുത്താൽ പൊങ്ങാത്ത ഭാരം ഉണ്ടല്ലോ, 10-300 കിലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഷാരി ഇറങ്ങി പോവുകയാണ്. പിന്നെ ഷാരി പറയാണ്, അതായത് അവിടെ പോയിട്ട് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, മുടിനാരിഴ പോലും ഉണ്ട്. ഇതെൻ്റെ കൂട്ടുകാരുടെയും മകളുടെയാണ്. അത് അവളുടെ മകൾ തന്നെയാണോ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറയാണ്, ഇല്ല, അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ ഇതുകൊണ്ടെന്തെങ്കിലും തലവേദന ഉണ്ടാവുമോ? അപ്പോൾ ഷാരി പറയാണ്, ഒരു തലവേദനയില്ല. ഷാരി ഒരു പണപ്പൊതി അവർക്ക് കൊടുത്തിട്ട് പറയാണ്, ഇതാ ഇത് വെച്ചോ ഇപ്പോൾ, പക്ഷേങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി എനിക്ക് തരണം. ഇനിയും വേണമെങ്കിൽ പൈസ തരാം. നാളെ തന്നെ ഞാൻ റിസൾട്ട് പറയാം. എത്ര വർഷമായി ഈ കുട്ടി കൂട്ടുകാരിക്കൊപ്പം ജീവിക്കുന്നു? ഒരു 10-24 വർഷമായി. അപ്പോൾ ഇത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് ഇനി ഇപ്പോൾ ഇത് അറിയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇതിപ്പോൾ ആർക്കാണ് സംശയം? ആ പെൺകുട്ടിക്കാണോ അല്ലെങ്കിൽ മാഡത്തിൻ്റെ ഫ്രണ്ടിനാണോ? ഫ്രണ്ടിന് തന്നെയാണ് സംശയം, മോൾക്കൊന്നുമില്ല. അപ്പോൾ അവർ പറയാണ്, ഫ്രണ്ട് വേറെ ആരെങ്കിലും നിങ്ങളെ അന്വേഷിച്ച് വന്നിരുന്നോ? എന്താ മാഡം ഒന്നും മിണ്ടാത്തത്? അത് അവളുടെ കാര്യത്തിൽ അവകാശം പറഞ്ഞ് ചിലവർ എത്തിയിട്ടുണ്ട്. സത്യം അറിഞ്ഞിട്ട് വേണം അവരെയൊക്കെ കോടതിയിൽ കയറ്റാൻ. ഓ ശരി ശരി ശരി, അപ്പോൾ നാളെ കാണാം. കൃത്യമായൊരു മറുപടി നാളെ പറഞ്ഞിരിക്കും. ശരി സാർ. അപ്പോൾ ഷാരി അവിടെ തന്നെ നിന്നിട്ട് ചിന്തിക്കുകയാണ്, എൻ്റെ കുഞ്ഞ് എൻ്റേത് തന്നെയായിരിക്കണേ, വേറെ എവിടെയും പോകല്ലേ എന്ന്. ഷാരി അതും പറഞ്ഞ് തിരിയുമ്പോഴേക്കും കിരണും കല്യാണിയും അതാ കയറി വരുന്നു. അപ്പോൾ കിരൺ പറയാണ്, ഇപ്പോൾ അമ്പലത്തിൽ തന്നെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ കല്യാണി, അല്ലെങ്കിൽ ഇവിടെ കാണാറില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ ഷാരി, അമ്പലത്തിനകത്ത് വെച്ചിട്ടൊരു സംസാരം വേണ്ട, ഞാൻ പുറത്ത് നിൽക്കാം. നിൽക്കണമെന്നില്ല, ഏതായാലും കണ്ടതല്ലേടാ, ഒന്ന് സംസാരിച്ചിട്ട് പോകാം. കല്യാണി അപ്പോൾ കിരണിനോട് പറയുകയാണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാലുടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കിരൺ, അതുറപ്പല്ലേ? അപ്പോൾ കല്യാണിയെ കണ്ടപ്പോൾ പൂജാരി പറയുകയാണ്, രണ്ടുപേരെ ഒന്നിച്ച് കാണാറേ ഇല്ലല്ലോ, ഇപ്പം എന്താ? അത് ഭയങ്കര തിരക്ക് കൊണ്ടാണ്. പിന്നെ കല്യാണിക്ക് അവാർഡൊക്കെ കിട്ടിയിരുന്നു, അതൊന്നും അറിഞ്ഞില്ലേ? ഓ അതൊക്കെ അറിഞ്ഞു. അന്നത്തെ ദിവസം സാറ് പറഞ്ഞ പ്രകാരം നല്ല പ്രത്യേകിച്ച് വഴിപാടൊക്കെ അതും നടത്തിയിരുന്നു. അതിൽ പിന്നെ വർക്ക് കുറച്ച് കൂടി, ഇപ്പം നിന്ന് തിരിയാൻ ടൈമില്ല. മോള് മിക്ക ദിവസം ഇവിടെ വരുന്നുണ്ട്, മോളുടെ അമ്മയും. അപ്പോൾ ഷാരി പറയാണ്, കല്യാണി പറയാണ്, എനിക്ക് ദൈവത്തെ വിട്ട് ഒരു കളിയും ഇല്ല. അങ്ങനെ പൂജ കഴിഞ്ഞ് രണ്ടുപേരും തിരിഞ്ഞ്. അപ്പോൾ കിരൺ പറയാണ്, ഒരാൾ നമ്മളെ പുറത്ത് കാത്തു നിൽക്കുകയല്ലേ. അപ്പോൾ കല്യാണി, കാണാം. എന്നിട്ടവർ എന്താ പറയുന്നത് കേൾക്കാം. മകളുടെ കാര്യത്തിൽ അവരൊരു തീരുമാനത്തിലെത്തിയോ എന്ന് അവരുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ അവരടുത്തെത്തി കിരൺ ചോദിക്കുകയാണ്, മോളുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീർപ്പുണ്ടായില്ലേ? അപ്പോൾ ഷാരി പറയുന്നു, തീർപ്പുണ്ടാവുമടാ, എന്നിട്ട് വേണം നിൻ്റെയൊക്കെ നാടകം പൊളിക്കാൻ. പ്ലാനൊക്കെ പൊളിക്കാം, പക്ഷേ സരയു നിങ്ങളുടെ മകളാണോ അല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയാലേ നിങ്ങൾക്കത് മനസ്സിലാവും. എന്നിട്ട് അത് മറച്ചുകൊണ്ട് അങ്കിളിനോട് പോയിട്ട് സത്യങ്ങൾ വിളമ്പിയാൽ പിന്നെ ഇതേ ഞാൻ പറഞ്ഞല്ലോ, സരയുവിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു വിധി പറയുന്നത് കോടതിയായിരിക്കും. താരേൻ്റെ ഉറപ്പായിട്ടും കേസ് കൊടുക്കും. പിന്നെ കോടതി തെളിയിച്ചോളും സരയു ആരുടെ മകളാണെന്ന്. അപ്പോൾ ഷാരി, അതിനു മുമ്പ് ഞാൻ തെളിയിക്കടാ. എന്നിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ വരും. അത് കഴിഞ്ഞ് നിൻ്റെ അങ്കിളിനോട് പോയിട്ട് സത്യങ്ങൾ പറയും. അങ്ങേര് ഇത്രയും ദിവസം വഞ്ചിക്കപ്പെടുകയായിരുന്നെന്ന് അറിയട്ടെ. നിൻ്റെയൊക്കെ മനസ്സ് എന്താണെന്ന് അദ്ദേഹം അറിയട്ടെ. അപ്പോൾ കിരൺ പറയാണ്, ഈ പന്തയത്തിൽ നിങ്ങളെ തോൽക്കൂ. ഇപ്പം തന്നെ നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ചിലപ്പോൾ ഇവർ സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണും കിരണേട്ടാ. അപ്പോൾ ഷാരി, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാലും നീയൊക്കെ പറയുന്നത് ദൈവത്തിന് നിരക്കാത്തതാണെന്ന് ഉറപ്പാ. ഞാൻ പ്രസവിച്ച മോള് എൻ്റെ മോളല്ലാന്നാണോ നീയൊക്കെ പറയുന്നത്? അതെ, നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് അപ്പം തന്നെ മരിച്ചു. ആ സമയത്ത് നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു. ആ സമയത്താണ് നിങ്ങളുടെ അടുത്ത് വേറൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചത്. ആഹാഹാ, എത്ര നല്ല കഥ.
ഇവളായിരിക്കും നിനക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. ഇവൾക്കല്ലെങ്കിലും ബുദ്ധി കുറച്ച് കൂടുതലാണല്ലോ. ഇവള് 3-ാം ക്ലാസ് വരെ പഠിച്ച ഇവള് കോടതിയിൽ പോയി വാദിച്ച് ജയിച്ചവളല്ലേ. ഇന്ന് ഞാൻ 3-ാം ക്ലാസ് പഠിച്ച കുട്ടിയല്ല. ഇന്നെനിക്ക് നിങ്ങളെ മോളേക്കാൾ നല്ല അറിവും വിവരവും ഉണ്ട്. ഇവരുടെ മോളോ? കല്യാണി താര ആൻറ്റിയുടെ മോളെന്ന് പറ. അപ്പോൾ ഷാരി നിർത്തടാ, അടങ്ങി നിൽക്കടാ. ഏത് താര ആൻറ്റിയടാ? ഇവളെപ്പോലെ സംസാരിക്കാൻ കഴിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൻറ്റിയോ? ഇവളിപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത പെൺകുട്ടിയല്ല. നിങ്ങളെക്കാൾ നന്നായി സംസാരിക്കാൻ ഇവൾക്കിപ്പോൾ അറിയാം. അറിയാമടാ, ഇവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നാക്കെടുത്താൽ കള്ളമേ പറയുള്ളൂ. അതുകൊണ്ടാ എൻ്റെ മോള് മറ്റൊരുത്തിയുടെ കുഞ്ഞാണെന്ന് പറയുന്നത്. ജന്മനാ സംസാരശേഷി ഉള്ളവർക്ക് പോലും പലപ്പോഴും സംസാരിക്കുമ്പോൾ നാവ് കുഴയാറുണ്ട്, കള്ളങ്ങൾ പറയാറുണ്ട്. എന്നാൽ അവർക്കൊന്നും സംസാരത്തിൻ്റെ ശബ്ദത്തിൻ്റെ മൂല്യം അറിയില്ല. എന്നാൽ ഇത്രയും കാലം സംസാരിക്കാതിരുന്ന എനിക്ക് അത് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇല്ലാ കഥകൾ പറയില്ല, കഥകൾ ഉണ്ടാക്കുകയുമില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് ഒരു അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും സരയു നിങ്ങളുടെ മോളല്ല എന്ന്. മറിച്ച് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവുമെന്ന് നിന്നോട് ഇവൻ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. അത് ഞാനും സമ്മതിച്ചിട്ടുണ്ട്. സരയു നിങ്ങളെ മോളാണെന്ന് തെളിയിച്ചാൽ ഉറപ്പായിട്ടും ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായിരിക്കും. ഒരിക്കലും ഒന്നിച്ച് ജീവിക്കില്ല. ആ കാഴ്ച കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും. നോക്കിക്കോ. അതും പറഞ്ഞ് ഷാരി അവിടെ നിന്നും പോയി. അപ്പോൾ കല്യാണി കിരണിനോട് പറയാണ്, വേർപിരിയും എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനൊരു വിഷമം പോലെ. അതിന് വേർപിരിയേണ്ടി വരില്ലല്ലോ, നീ വാ. പിന്നെ കാണിക്കുന്നത് കല്യാണിയും കിരണും വീട്ടിലെത്തി. അപ്പോൾ അമ്മ ചായയുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് പറയാണ്, അമ്മ എന്തിനിങ്ങനെ പേടിക്കുന്നത്? മോനെ, ഞാനും നിങ്ങളുടെ അച്ഛനും ഒന്നിച്ചപ്പോൾ ഞാനത് നിങ്ങളെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാ? മോൻ്റെ അച്ഛൻ പലപ്പോഴും പറഞ്ഞു മക്കളറിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന്. ഞാനത് മനഃപൂർവ്വം മൂടിവെച്ചതാ. വേറൊന്നും കൊണ്ടല്ല. ശരിക്കും നിൻ്റെ അങ്കിളിന് തലക്കൊരു കുഴപ്പമില്ല. എന്നാൽ ഞാനും ചന്ദ്രേട്ടനും നമ്മളെല്ലാവരും ഒന്നിച്ചെന്നറിഞ്ഞാൽ അയാൾക്ക് ഭ്രാന്ത് വരും. പിന്നെ അയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ തന്നെ പറ്റില്ല. ഇപ്പം അയാൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നതുകൊണ്ട് അയാൾ വല്ലതും ചെയ്താലും അയാൾക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാനും പോകുന്നില്ല. അതാണ് അവൻ്റെ ബലം. അത് മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും മുന്നോട്ട് പോകാൻ. ഒരു കാരണവശാലും നമ്മൾ തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് അവൻ അറിയരുത്. ഇതേവരെ അങ്കിളിനോട് ആൻറ്റി അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ അത് അമ്മ അറിഞ്ഞേനെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ കൂടുതൽ വിഷമിക്കുന്നത് മനോഹറിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് മനോഹറിനെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് കിരണേട്ടനെ കൊണ്ടുവരണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നത്. കല്യാണി മോളുടെ സ്ഥാനത്ത് അവളെ കൊണ്ടുവരാനാണ് അയാളുടെ ശ്രമം. അതെനിക്കറിയാലോ അമ്മേ. അവിടെയാണ് ബുദ്ധി രാക്ഷസനായ എൻ്റെ അങ്കിളിന് പിഴക്കുന്നത്. ഇവളെൻ്റെ ജീവിതത്തിൽ വരാത്തപ്പോൾ പോലും അയാൾക്കത് സാധിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഭാര്യയായ ശേഷം, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായ ശേഷം ഇവളെ വിട്ട് കഴിഞ്ഞിട്ട് ഇനി അവളെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ മരിക്കുവാണെങ്കിൽ അതിന് സാധ്യതയുണ്ടല്ലോ, കല്യാണി പറയാണ്. അപ്പോൾ കിരൺ പറയാണ്, മരണത്തെപ്പറ്റിയൊന്നും പറയണ്ട. ഇനിയിപ്പോൾ നിനക്ക് എന്ത് സംഭവിച്ചാലും ശരി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റ ഭാര്യയേ ഉള്ളൂ. അതെൻ്റെ കുഞ്ഞിൻ്റെ അമ്മ തന്നെയായിരിക്കും. അതെനിക്കറിയാം കിരണേട്ടാ. പക്ഷേ കിരണേട്ടൻ്റെ അങ്കിളിനെ പോലെയുള്ള ആൾക്കാർ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് താരയുടെ പേര് പറഞ്ഞ് ഷാരിയെ വിലക്കണം. പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ താരേൻ്റെയുടെ മകളാണ് സരയു എന്ന് കേൾക്കുമ്പോൾ അതറിയാവുന്ന ഒരുത്തനുണ്ട്, മനോഹർ. ഇനിയിപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ പണി പറ്റിച്ചോളാം. അപ്പോൾ അമ്മയുടെ തീരുമാനം നമ്മുടെ ഈ നാടകം അങ്കിൾ അറിയണമെന്ന് തന്നെയാണോ? അതെ, കഴിയുന്നിടത്തോളം കാലം അയാൾ ഒന്നും അറിയരുത്. എന്നായാലും അയാൾ തളയ്ക്കപ്പെടും. മനോഹർ ഉൾപ്പെടെ ഒരുപാട് ദുരന്തങ്ങൾ അയാൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗാലറിയിലിരുന്ന് കളി കണ്ടാൽ മതി. നമ്മളൊരിക്കലും ഇറങ്ങിക്കളിക്കണ്ട. ശരി. ശരി, എങ്കിൽ പിന്നെ ആൻറ്റി അവരുടെ ഭാഗത്തുള്ള അന്വേഷണം തുടരട്ടെ. അവസാനം അവർക്ക് കീഴടങ്ങാതെ പറ്റില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ അറിയാൻ പോവുക ഇത്രയും നാൾ താലോലിച്ച മകൾ സ്വന്തമല്ല എന്ന്. അതിനപ്പുറം അവർക്ക് ഇനിയൊരു തിരിച്ചടി കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോൾ ഈ സത്യം അറിഞ്ഞ ശേഷം അവർ ആത്മഹത്യ ചെയ്യാൻ പോലും സാധ്യതയുണ്ട്. ഞങ്ങളെന്നാ പോയിട്ട് വരാം അമ്മേ. പോയിട്ട് വരാം അമ്മേ. അങ്ങനെ കല്യാണിയും കിരണും ആ വീട്ടിൽ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് മനു ആ
കുട്ടിയെയും കൂടി കൂട്ടിയിട്ട് കാറിൽ പോകുന്നതാണ്. അപ്പോൾ അവൻ പറയാണ്, ഇത്തവണയും നാട്ടിൽ വന്നിട്ട് നിരാശനായിട്ട് പോകേണ്ടി വരുമെന്നാണ് കരുതിയത്. ഒരുപാട് പെണ്ണ് കണ്ടു, പക്ഷെ ഒന്നും ശരിയായില്ല. എന്നാലും വളരെ യാദൃച്ഛികമായിട്ട് നിഷയെ കണ്ടത് നന്നായി. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് വീടും ഇഷ്ടപ്പെട്ടു, വീട്ടുകാരെയും ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, പ്രേമിച്ച് കഴിച്ച കല്യാണം. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേങ്കിൽ പ്രേമിക്കുമ്പോൾ ഒരു അന്തസ്സുള്ളയാളെ പ്രേമിക്കണം. അതുകൊണ്ട് ഇപ്പം എന്താ, ഭർത്താവില്ലാതെ എവിടെയോ ജീവിക്കുക. ഇനിയിപ്പോൾ പ്രേമിച്ചാളെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് പഴയ വൈരാഗ്യമൊന്നും വേണ്ട മോളോ. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. നിങ്ങൾ 2 മക്കളല്ലേ, അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെ സ്വത്തിൻ്റെ ഷെയർ 1% അവൾക്കും വേണ്ടുന്നതല്ലേ, അവൾക്ക് കൊടുത്തേക്കണം. അപ്പോൾ നിഷ പറയാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നെഞ്ചിൽ ചവിട്ടിയിട്ടാണ് അവൾ പോയത്. എൻ്റെ കുടുംബത്തിന് മുഴുവനും അപമാനവും ഉണ്ടാക്കി. അങ്ങനെയുള്ളവൾക്ക് എന്തിനാ ഷെയർ കൊടുക്കുന്നത്? അല്ല, അവൾ ഷെയർ വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയാൽ അതൊരു പ്രശ്നമല്ലേ? നാണമുള്ളവളാണെങ്കിൽ അവളങ്ങനെ പോവില്ല. പിന്നെ ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ പകുതി കൊടുക്കുന്നതല്ലേ നല്ലത്. നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് വേണ്ടത് നിഷയാണ്, സ്വത്തൊന്നുമല്ല. അപ്പോൾ നിഷ പറയാണ്, അപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കോടിക്കണക്കിനുള്ള സ്വത്ത് ആർക്ക് കൊടുക്കാനാ? എൻ്റെ ദൈവമേ, അപ്പോൾ കോടികളുണ്ടെന്ന് ഉറപ്പായി. അല്ല, എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഒന്നും ചോദിക്കാതിരുന്നത്. അന്ന് നിഷയുടെ അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നു കൊടുക്കൽ വാങ്ങലിനെ പറ്റിയൊക്കെ. എനിക്ക് ഒരു കാര്യം മാത്രം നന്നായാൽ മതി, എൻ്റെ പെണ്ണ്. അല്ലാതെ വേറൊരു കാര്യത്തിലും എനിക്കൊരു മോഹവും ഇല്ല. അച്ഛൻ പറയുന്നത് കേട്ടു, ഒരു 10-25 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരണമെന്ന്. അതെന്തിനാ? അല്ല, കല്യാണ ചിലവൊക്കെ ഇല്ലേ, അതൊക്കെ നടത്തണ്ടേ. ഇതെന്താ, എന്നെ കൊച്ചാക്കുവാണോ? അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് മറത്തൊന്നും പറയണ്ട. ഫോണേട്ടിന് വേണ്ടെങ്കിൽ എടുക്കണ്ട, അതുപോലെ അക്കൗണ്ടിൽ കിടന്നോട്ടെ. അച്ഛൻ്റെ അമ്മയുടെ സന്തോഷത്തിന് തരുന്നത് വേണ്ടെന്ന് പറയരുത്. ഇതെന്നെ വിഷമിപ്പിക്കുന്ന ഒരു ഏർപ്പാടായിപ്പോയല്ലോ. അപ്പോൾ അവൾ, വിഷമമൊന്നും വിചാരിക്കണ്ട, പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ നടക്കുന്നത് അതങ്ങനെ തന്നെ നടന്നോട്ടെ. എനിക്ക് ഡയറക്ടറായിട്ട് പെങ്ങന്മാരൊന്നുമില്ല. പിന്നെ വല്യച്ഛന് ഒരു മോളുണ്ടായിരുന്നു. അവളുടെ കല്യാണത്തിന് ഇതുപോലെ പയ്യൻ്റെ വീട്ടുകാർക്ക് പണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനാ 50 ലക്ഷം രൂപ ഇട്ട് കൊടുത്തത്. ആഹാ, അങ്ങനെ ചെയ്ത ആളാണോ ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നത്? പക്ഷേ ഞാൻ അന്നേ തീരുമാനിച്ചതാ എൻ്റെ കല്യാണത്തിന് ഇതൊന്നും പാടില്ല എന്ന്. അതാ ഇപ്പോൾ നിഷയും നിഷയുടെ വീട്ടുകാരും തിരുത്തി കുറിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് മനുവിനൊരു ഫോൺ കോൾ വന്നത്. അപ്പോൾ അവൻ പറയാണ് ഫോൺ നോക്കിയിട്ട്, ശല്യം, അവൾക്ക് വിളിക്കാൻ കണ്ട സമയം. ആരാ വിളിക്കുന്നത്? അത് കുറേ സമയമായിട്ട് വിളിക്കുന്നല്ലോ. അത് ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്പനിയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ്. മുമ്പൊക്കെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് മടിയായിരുന്നു. ഇപ്പോൾ അവർക്കാണ് കൂടുതൽ താല്പര്യം. നാടിനെ അവർ അത്രയ്ക്കങ്ങ് മടുത്തു കഴിഞ്ഞു. ഞാനും അങ്ങനെ തന്നെയാണ്. വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. അല്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. അച്ഛനും അമ്മയും ഇവിടെയാണ്. അത് സാറില്ല, പേടിക്കണ്ട. നമുക്ക് പോകുമ്പോൾ അച്ഛനെയും അമ്മയും കൂടി കൊണ്ടുപോകാം. എല്ലാം വിറ്റ് ബാങ്കിലിടണം. വെറുതെ വീട് ഇവിടെ വെച്ചിട്ട് പൂപ്പലി കെട്ടാൻ വേണ്ടിയിട്ട് പ്രേതാലയം ആക്കാതെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ് നല്ലത്. അത് മരുമോൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറയില്ല, നിഷ തന്നെ പറഞ്ഞാൽ മതി. പിന്നെ കാണിക്കുന്നത് നമ്മളെ ഷാരിയെയാണ്, സരയുവിനെയും. അതായത് സരയു വീട്ടിൽ നിന്ന് നടന്ന് കളിക്കുന്ന സമയത്ത് ഷാരി അതാ കയറി വരുന്നു. അമ്പലത്തിൽ നിന്ന് വന്ന ഷാരി മകൾക്ക് പ്രസാദമൊക്കെ തൊട്ട് വെച്ച് കൊടുക്കുകയാണ്. അമ്മ എന്തിനിങ്ങനെ ഓടി നടക്കുന്നേ? അമ്മ ആരെ കാണാനാ പോകുന്നേ? അമ്മയുടെ ഓട്ടത്തിന് ഉടനെ ഒരു അവസാനമുണ്ടാകും. അതെന്താണെന്ന് പറഞ്ഞൂടെ? അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ എന്നോട് വെറുപ്പോടെ സംസാരിക്കുമ്പോൾ അമ്മ എന്നെ കൂടുതൽ സ്നേഹിക്കുക. നിങ്ങൾക്ക് 2 പേർക്കും എന്തോ സാരമായ തകരാറുണ്ട്. അതേ മോളെ, ഇനി എൻ്റെ സമനില തെറ്റുമോയെന്നറിയില്ല. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണോ അമ്മയുടെ ഈ വിഷമത്തിന് കാരണം? അതെ, അച്ഛൻ തന്നെ എല്ലാത്തിനും കാരണം. അതിനി പാടി നടന്നിട്ട് കാര്യമില്ല മോളെ. അയാൾ മൊത്തത്തിൽ നമ്മളെ ചതിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും see you all.